എന്നെ സ്നേക്കിന്റെ വീഡിയോ കാണിച്ച് പേടിപ്പിക്കുക കേട്ടോ. ഇതാണ് റോബർട്ടും ഷെറണും. ഇവരെ നമ്മൾ പരിചയപ്പെട്ടത് ഇന്ന് രാവിലെ നമ്മൾ നൈറോബി മ്യൂസിയം വിസിറ്റ് ചെയ്തിരുന്നു, നാഷണൽ മ്യൂസിയം. അത് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ തന്നെ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ലാർജസ്റ്റ് മ്യൂസിയമാണ്. ഇവിടെ ചെന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കെനിയൻ കൾച്ചർ, അവരുടെ ഹിസ്റ്ററി, അവിടുത്തെ മാമൽസിനെ പറ്റി, ബേർഡ്സിനെ പറ്റിയിട്ട്, ഇനി ഹ്യൂമൻ ഫോസിൽസിനെ പറ്റിയിട്ട് ഇതെല്ലാം അവിടെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരുള്ളതുകൊണ്ട് മൊത്തം സിറ്റി ഇവരെ കൂടെ തന്നെ എക്സ്പ്ലോർ ചെയ്തു. ലോക്കൽ സ്ട്രീറ്റ് ഫുഡ്സ്, പിന്നെ സ്ട്രീറ്റ്സ്, ഷോപ്പിംഗ്. ഇപ്പം ഇതുണ്ടല്ലേ, ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ മിഠായികളാണ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കണം. അപ്പം നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. You don't not buy. No, you not chew. You want me to do this? Yeah. Can bite. Nice. Bourbon. Our bourbon. And how is yours? Nice? It is nice. Yeah. Ajmal, you want to try? Very sweet. ഇന്ന് ഇവരെ കിട്ടിയോണ്ട് നമുക്ക് ഈ സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതും സ്ട്രീറ്റ് ഫുഡ്, ലോക്കൽ ഷോപ്സ് എല്ലാം ഇവരെ കൂടെ പോയി. Yeah, I really love smocha. So smocha is chapati. Your Indian chapati. Yes. We put smokies or sausages between. Then we put kachumbari. This is kachumbari. This made is of tomato. Yes, made of tomato, onions and pili pili. Pili pili. Yeah. What is that? It's chili. Chili. Yes, Okay, it's pili chili. pili. Okay. Yeah. How is it? How is it? Very nice. ഇതാണ് CBD എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നൈറോബിയിലെ ഏറ്റവും തിരക്കും ഹാപ്പനിങ്ങും ഉള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ മാത്രമായിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ മേ ബി വേറൊരു സ്റ്റൈലിലായിരിക്കും നമ്മളിതെല്ലാം പോയി കാണുക. സ്പെഷ്യൽ താങ്ക്സ് ടു ഷെറോൺ ആൻഡ് റോബർട്ട്. ഇവരുള്ളതുകൊണ്ട് നമുക്ക് നൈറോബി കുറച്ചും കൂടെ ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഫെമിലിയർ ആയ പോലെയായി. ദിസ് ഈസ് നന്യൂക്കി, കെനിയ. ഇക്വേറ്റർ 0 പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇക്വേറ്റർ, ഭൂമധ്യരേഖ, ഇത് ലോകത്തിൽ തന്നെ വളരെ കുറച്ച് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് എത്തിപ്പെട്ടാലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ഏകദേശം 7ഓളം രാജ്യത്തിലൂടെ ഇത് പോകുന്നുണ്ട്. അതിലൊന്നാണ് നമ്മളുള്ള കെനിയ. പക്ഷെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ പോയിന്റിൽ, ഇത് ഈ കറക്റ്റ് ഈ പോയിന്റ്, ഇതാണ് 0 പോയിന്റ്. ഇവിടെ നമുക്ക് വാട്ടറിൽ അവർ നമുക്ക് കൊറിയോളിസ് ഇഫക്റ്റ് ഡയറക്റ്റ് കാണിച്ചു തരും. അത് കാണണമെങ്കിൽ നമ്മൾ ഇക്വേറ്റർ ലൈനിൽ തന്നെ വരണം. ഇത് കെനിയയിൽ നന്യൂക്കിയിലാണ് കേട്ടോ കാണാൻ പറ്റുക. നൈറോബിയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂറാണ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. നമ്മളൊരു മട്ടാട്ടു കയറിയാണ് വന്നത് ഇത് കാണാനായിട്ട്. ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് നൈറോബിക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു നാഷണൽ പാർക്ക് ഉണ്ട് കേട്ടോ തൊട്ടടുത്ത്. നമ്മൾ മസായിമാര കണ്ടുകൊണ്ട് പിന്നെ ഇവിടെ നാഷണൽ പാർക്കിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. ഈ കോറിയോളിസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിനെ ഇക്വേറ്റർ 2ആയി ഭാഗിക്കുമ്പം ഇതിൻ്റെ നോർത്തേൺ പാർട്ടിൽ പാർട്ടിക്കിൾസും എയറും ഒക്കെ ശരിക്കും വലത്തോട്ടാണ് തിരിയുന്നതെന്നും എന്നാൽ താഴെയുള്ള സദേൺ പാർട്ടിൽ നേരെ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് തിരിയുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവിടെ വരുമ്പം ഇക്വേറ്റർ ലൈനിൽ വരുമ്പം മാത്രമേ നമുക്ക് ഈ മാജിക്ക് കാണാൻ പറ്റുള്ളൂ. അതുതന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടോ നോർത്തില് I will tell people in our language also. Okay. So ഇത് നോർത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് തിരിയുക. ഇത് ഓക്കെ. നൗ വി ഗോ ടു സൗത്ത്. ഇനി നമ്മൾ സൗത്തിലേക്ക് പോകാൻ പോകണം. അപ്പോൾ സൗത്തിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയുമെന്നാണ് പറയുന്നത്. ചലോ ലെറ്റ്സ് സീ. അപ്പോൾ 20 meters സൗത്തിലേക്ക് കേട്ടോ നീങ്ങണേ. 20 meters മിനിമം നീങ്ങണം. This is the another different hemisphere. 20 meters south where the water turns to anti-clockwise. കണ്ടോ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് തിരിയുന്നത്. The same as spirals. വെള്ളം കണ്ടോ സ്പൈറൽ ആയിട്ടാ പോകുന്നത്, നേരെയല്ല. കണ്ടോ സ്പൈറലാണ്, വെള്ളം ക്ലോസ് ആയിട്ട് കാണുന്നുണ്ടോ? ഇവിടെ എത്തുമ്പോൾ എല്ലാം ആന്റി ക്ലോക്ക് വൈസ് ആട്ടോ. സ്പൈറലും ആന്റി ക്ലോക്ക് വൈസാ. യാ ഗോട്ട് ഇറ്റ്. So let's see at the window at the center. At the line. ഇനി നമുക്ക് ഇക്വേറ്റർ ലൈനിൽ കാണാം കേട്ടോ. നോക്കട്ടെ. ഇനി ഇവിടെ ഒരു റൊട്ടേഷൻ ഇല്ലേ, നമ്മളിത് ഇട്ടു, നത്തിങ് ഹാപ്പൻസ്. പിന്നെ ഈ വെള്ളം കണ്ടോ നമ്മുടെ പൈപ്പിലെ വെള്ളം വരുന്ന പോലെ സ്ട്രെയിറ്റ് ആ വരുന്നത്. It is clear straight, no spiral. Clear straight. Oh, so this is the 0 point. 0 point. ഇതാണ് ഇക്വേറ്റർ 0 point. അപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ സർട്ടിഫിക്കറ്റ് തരും കേട്ടോ. നമ്മൾ ഇക്വേറ്റർ ലൈൻ ഏത് ദിവസമാണ് വന്ന് കണ്ടത് എന്നൊക്കെ ഉള്ളത് തരും.
നമ്മൾ കെനിയയിൽ വരുമ്പം മസായിമാരെ പോലെ വേൾഡ്സ് വണ്ടറായിട്ടുള്ള സ്ഥലത്ത് പോകുന്ന പോലെ തന്നെയുള്ള ഒരു യുണീക്ക് സ്പോട്ടാണ് കേട്ടോ ഈക്വേറ്റർ ലൈൻ. കാരണം ഈ മാജിക് കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇതൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ മട്ടാട്ടൂലാണ് പോകുന്നത്. നമ്മൾ ലേക്ക് നൈവാഷ എന്ന് പറയുന്ന ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിലെ ഏറ്റവും ഹയസ്റ്റായി നിൽക്കുന്ന ഫ്രഷ് വാട്ടർ ലേക്ക് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. നൈവാഷ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതാണ് ലേക്ക് നൈവാഷ. ഇത് നൈറോബീൻ്റെ തന്നെ നോർത്ത് വെസ്റ്റ് സൈഡിൽ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിൽ വരുന്നൊരു ലേക്കാട്ടോ. ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഇവിടെ നമുക്ക് ഒരുപാട് മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെ നമുക്ക് ഈ ലേക്കിൽ ബോട്ടിങ്ങിൽ വന്നാൽ കാണാൻ പറ്റും. 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ ഒക്കെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്രസൻറ്റ് ഐലൻഡ് ഉണ്ട്. ഈ സൈഡിൽ കാണുന്നതാണ് ക്രസൻറ്റ് ഐലൻഡ്. അപ്പോൾ ഈ ഐലൻഡിൻ്റെ പ്രത്യേകത പറയുന്നത് പ്രിഡേറ്റർ ഫ്രീ ആയിട്ടുള്ള മൃഗങ്ങൾ, അതായത് ജിറാഫും സീബ്രാസും ഒക്കെ ഒരുപാടുണ്ട് ഈ ഐലൻഡിൽ. അപ്പോൾ ഐലൻഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബോട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് വേറൊരു ടിക്കറ്റ് എടുത്തിട്ട് ഈ ജിറാഫിൻ്റെയും സീബ്രേൻ്റെ ഇടയിലൂടെയൊക്കെ നടക്കാം കേട്ടോ. പ്രിഡേറ്റേഴ്സ് ഇല്ല ഈ ഐലൻഡിൽ, അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേയും ഒക്കെ അലൗഡാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഹിപ്പോസ് ഉള്ളൊരു ലേക്കാണ്. നമുക്ക് തൊട്ടടുത്ത് തന്നെ വലിയ ജയൻറ്റ് സൈസ് ഹിപ്പോസിനെ കാണാം. കുറച്ച് ഡേഞ്ചറസും കൂടിയാണ്, ബോട്ട് മറിച്ചിടുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതേപോലത്തെ നല്ല കുറ്റി മരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ നമ്മളുടെ തേക്കടിയിലൊക്കെ ഉള്ള പോലത്തെ ഈ അക്കേഷ്യൊക്കെ പോലത്തെ സംഭവങ്ങൾ, ഇങ്ങനെ ഒരു വേറെ തന്നെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു 2-3 അവർ ബോട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് നൈവാഷ ലേക്ക്. ഒരു തമാശക്ക് ചോദിച്ചാണ് ഈ മരങ്ങൾ കണ്ടപ്പോൾ ഇതിന്റെ മേലെ നിന്ന് ഫോട്ടോ എടുത്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവില്ലേന്ന് നമ്മുടെ ഈ ബ്രദർ ഇത് വളരെ സീരിയസ് ആക്കി എടുത്തിട്ട് ബോട്ട് അടുപ്പിച്ചിട്ട് എന്നോട് കയറാൻ പറഞ്ഞു. കാലൊക്കെ വിറച്ചു, പക്ഷെ ഞാൻ കയറി. പിന്നെ ഇവര് ബോട്ടായിട്ട് എന്നെ ചുറ്റി, ഞാൻ ഒറ്റയ്ക്ക് നിന്നു. ഇതൊട്ടും റെക്കമെൻഡബിൾ അല്ല കേട്ടോ. ഇത് ചവിട്ടുമ്പോഴാണ് അറിയുന്നത് ഇത് പൊളിഞ്ഞു പോരാണ്. ഈ പക്ഷി വന്നിരിക്കുന്ന പോലെയല്ലല്ലോ ഞാൻ കയറി നിൽക്കുമ്പോൾ. പിന്നെ ആകെയുള്ളൊരു സമാധാനം, ഈ ലേക്കിലുള്ള ഹിപ്പോപ്പൊട്ടാമസ് വെജിറ്റേറിയൻ ആണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് സ്ഥലമാണ് കെനിയയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നുള്ള കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ആരെങ്കിലും പുതുതായി കാണുകയാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തോളൂ. ഓക്കെ, നമ്മൾ നൈവാഷയിൽ നിന്ന് റൂമാണിത്, Airbnb. ഈ റൂമിൻ്റെ കോമ്പൗണ്ടിലും നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ചില മൃഗങ്ങളെയൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഏരിയ ഫുള്ള് ഇങ്ങനൊരു ഭയങ്കര ലേക്കും കൺസർവേറ്റീവ് ഏരിയ ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ആംബിയൻസാണ് മൊത്തം. ഇന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ നൈവാഷയിലെ അടുത്ത സ്പോട്ടായിട്ടുള്ള ഹെൽസ് ഗേറ്റിലേക്കാണ് പോകുന്നത്. ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഏൻഷ്യൻ കാലത്ത് ഇവിടെ ഒരു വലിയ വോൾക്കാനിക് ഇറപ്ഷൻ നടന്നതിൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്ത ഈ ഒരു ടെറൈൻ സ്ട്രക്ചറാണ്. 2-3 ക്ലിഫുകൾ, പിന്നെ ഈ കാണുന്ന സ്ട്രക്ചേഴ്സൊക്കെ അതിന് ശേഷം ഫോം ചെയ്തത്. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. പിന്നെ ഇവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. സീബ്രാസും ജിറാഫിനൊക്കെ ഇഷ്ടംമാതിരി നമുക്ക് വഴിയിൽ കാണാം. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മസായിമാരെ പോയ പോലെ വേണമെങ്കിൽ ഗെയിം ഡ്രൈവ് എടുക്കുക, അതല്ലെങ്കിൽ സൈക്കിളോ അല്ലെങ്കിൽ ബൈക്കോ റെൻറ്റിന് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോകാം. അപ്പം നമ്മളിന്ന് ബൈക്കാണ് എടുത്തത്. ഹിൽസ് ഗേറ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് റോക്ക് ക്ലൈംബിങ്സിന് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആക്ടിവിറ്റീസ് ആട്ടോ പറയുന്നത്. പിന്നെ ബൈസൈക്കിൾ ചെയ്യാം, സൈക്കിൾ എടുത്തിട്ട് സൈക്കിൾ റെൻറ്റിന് കിട്ടും. പിന്നെ നമ്മളെടുത്ത പോലെ ബൈക്ക് റെൻറ്റിന് ചെയ്യാം, അല്ലെങ്കിൽ ഗെയിം ഡ്രൈവിങ്. നമ്മളെ നാഷണൽ പാർക്കിൽ പോലെ തന്നെ ഇവിടെയും ഗെയിം ഡ്രൈവിംഗ് ഉണ്ട്. പിന്നെ ഇതുകൂടാതെ ഇവിടെ ഒരു ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ്ങിനാണ് ഈ ഗോർജ് കേവ് എന്നാണ് പറയുക. ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസേഴ്സും ഗൈഡ്സും ഉണ്ടാവും. ഇവിടെ നിന്ന് ഒരു ഗൈഡിനെ കൂട്ടി മാത്രമേ അവർ അലൗ ചെയ്യുള്ളൂ. ചെറിയൊരു പേയ്മെൻറ്റേ വരുള്ളൂ. അത് കൊടുത്ത് അവരെയും കൂട്ടി നമുക്ക് പോവാം. അപ്പോൾ ഈ ട്രക്കിങ്ങിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മുഫാസ പോയിൻ്റാണ്. കാരണം കിങ് ലയോൺ മൂവി ഷൂട്ട് ചെയ്ത് മുഫാസ വീടിനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ ഈ ടെറൈനൊക്കെ കണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നടന്ന് ഒരു 1 hour 1.5 hour ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് അടിച്ചിട്ട് പുറത്തെത്താം. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. അപ്പം ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ സെൻറ്റർ പാർട്ടിൽ വരുന്ന വെള്ളം നല്ല തണുപ്പാണ് ഇവിടെ തൊടുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ കളറിൽ ബ്ലാക്ക് കളർ സ്റ്റോൺ വരുന്ന സ്ഥലത്ത് തൊട്ടാൽ നല്ല ചൂടാണ്. ഇവിടെയും ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ഹോട്ട് സ്പ്രിങ് വരാൻ കാരണം ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബ്ലാക്ക് റോക്കിലൂടെ വരുന്നതുകൊണ്ടാണ് അത് ഹോട്ട് സ്പ്രിങ് വരുന്നത്. അപ്പോൾ ആ സ്റ്റോൺസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ സൈക്കിൾ
എടുത്തിട്ട് കാര്യമില്ല കേട്ടോ, കാരണം നമ്മളാകെ ടയേർഡായി പോകും. ഇത് ഫുൾ ഓഫ് റോഡിങ് ആണ്, പല സ്ഥലത്തേക്ക് റോഡേ ഇല്ല. ബൈക്കിലായിട്ട് പോലും നമ്മൾ കുലുങ്ങിയാണ് എത്തുന്നത്. ഏറ്റവും മേലുള്ള ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ലേക്കിൽ പോയില്ലേ, ആ ലേക്കിൻ്റെ ഒരു ടോപ്പ് ആംഗിളിൽ നിന്ന് ലേക്ക് നൈവാശ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു ജിയോ തേർമൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇങ്ങനത്തെ 300ഓളം വെൽസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊരു വെല്ലുണ്ട്. ഇപ്പോൾ ഇതൊരു നാച്ചുറൽ സ്റ്റീമാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കിതേ ദൂരമൊക്കെ ഇതേപോലെ കണ്ടില്ലേ, ചെറിയ ചെറിയ ഫ്യൂംസ് പൊങ്ങുന്നത് കാണാം. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ സെൻറ്റേഴ്സാണ്. ഇങ്ങനത്തെ ഏകദേശം 300 എണ്ണം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ഈ ലേക്ക് നൈവാശേൻ്റെ ഏരിയയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ഹെൽസ് ഗേറ്റിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനത്തെ പല സ്ഥലവും നമുക്ക് കാണാം. അപ്പോൾ ബൈക്കിൽ വന്നുകൊണ്ട് നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് വന്ന് നിന്ന് കാണാനും പറ്റും. ഇതൊരു ജിയോ തെർമൽ സ്പാ ആണ്. ഇതൊരു നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് പൂളാണ്. ഇവിടെ ഒരു എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പൂളിൽ ഇറങ്ങാം. അപ്പോൾ ഇത് വെള്ളം തൊട്ട് നോക്കുമ്പോൾ നല്ല ഒരു ലൈറ്റ് വാം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നാച്ചുറൽ ആണെന്നാണ് പറയുന്നത്. ഇതാണ് അടുത്ത അട്രാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഹെൽസ് ഗേറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മൾ മസായിമാരയിലൊക്കെ ഗെയിം ഡ്രൈവിന് പോകുമ്പോൾ നമ്മളൊരു വണ്ടീൻ്റെ ഉള്ളിൽ നിന്നല്ലേ നമ്മൾ മൃഗങ്ങളെ കാണുന്നത്, കാരണം അവിടെ നമുക്ക് പുറത്തിറങ്ങാൻ പെർമിഷൻ ഇല്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജിറാഫിനെ കണ്ടാലും സീബ്രാനെ കണ്ടാലും ഒക്കെ വണ്ടി ഇറങ്ങി അതിൻ്റെ അടുത്ത് ചെല്ലുന്ന ഫോട്ടോ എടുക്കുക, ഒരു കുഴപ്പമില്ല. അത് പേടിച്ച് ഓടുന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് ഇറങ്ങാം. അതാണ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. This is our bike owner. ഞങ്ങൾക്ക് ബൈക്ക് തന്ന ആളാണ് കേട്ടോ. This is for our vlog. Oh, your log, yeah. My name is Gaddafi Muammar. Gaddafi. You tell them when they come to help, they look for me. That's good. Nice. Yeah. Bye. Bye. നൈവാശ ലേക്കിൻ്റെ അവിടെ നിന്ന് നൈവാശ ടൗണിലേക്കുള്ള മട്ടാട്ടു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നൈവാശ ടൗണിൽ ചെന്നിട്ട് വീണ്ടും അടുത്ത മട്ടാട്ടു മാറി കയറിയിട്ട് വേണം നൈറോബിക്ക് എത്താൻ. പിന്നെ നമ്മൾ തിരിച്ച് നൈറോബിക്ക് പോവാണ്. ഈ മട്ടാട്ടൂൽ ഈ കാണുന്ന സീറ്റ് മാത്രമല്ല, ഈ 2 സീറ്റ് കണക്ട് ചെയ്തൊരു പലക ഇട്ടരും കേട്ടോ. ആ പലകയിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഈവനിങ് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളൊക്കെ നാട്ടിലുള്ള പോലത്തെ സമൂസകൾ ഇതാ ഇവിടെ ചേച്ചിമാർ സൈഡിൽ വെച്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും വാങ്ങി, നമ്മുടെ മട്ടാട്ടു ഡ്രൈവർക്കും ഒരു സമൂസ വാങ്ങി കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണെങ്കിൽ എല്ലായിടത്തും ഇതേപോലെ ബീഫും ചിക്കനും ഗ്രിൽഡ് അവൈലബിൾ ആണ്. അത് മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവാണിന്ന്. നൈറോബിയിൽ നിന്ന് ഒരു കാറ് റെൻറ്റിനെടുത്ത് വരാൻ പറ്റുന്ന സ്പോട്ടാണ് കേട്ടോ ഇത്. കണ്ടാൽ കേരളത്തിലെത്തിയ പോലെ തോന്നില്ലേ, പക്ഷേ കേരളമല്ല. ഇതാണ് ലെമുറു. കെനിയയിലെ ലെമുറുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതെന്ന് പറയുന്നത് കണ്ടില്ലേ, ഫുൾ ഓഫ് ടീ പ്ലാന്റേഷൻ ആണ്. നമ്മുടെ നാട്ടിലെ ഒരു ഡാർജിലിംഗ് സ്റ്റൈലൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. മൂന്നാറിൽ ടീ പ്ലാന്റേഷൻ ഉണ്ടെങ്കിലും അത് കുറച്ച് ഹില്ലി അല്ലേ, ഇത് കുറച്ച് ഫ്ലാറ്റാ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഡാർജിലിംഗ് ആയിട്ടാണ് സിമിലറായി തോന്നുന്നത്. കണ്ണെത്താ ദൂരത്തോളം ടീ പ്ലാന്റേഷൻസ് ആണ്, പിന്നെ ഭയങ്കര തണുപ്പുമാണ്. കണ്ണെത്താ ദൂരത്തോളം തേയിലത്തോട്ടം. നമ്മുടെ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലൊക്കെ പോയി നിൽക്കുമ്പോൾ കാണുന്ന പോലെയുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇപ്പോൾ ലെമുറു എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ. അപ്പോൾ ഈ കെനിയയിൽ ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്. ഇന്നിപ്പോൾ നമ്മൾ നന്യൂക്ക് വേറെ പോലെയാണ്, നൈവാശ വേറെ പോലെയാണ്, മസായിമാര വേറെ പോലെയാണ്, ലിമുറു വേറെ പോലെയാണ്. എല്ലാം ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ സ്ഥലങ്ങൾ തമ്മിൽ. നമ്മൾക്ക് ഇങ്ങനെ പിക്ക് ചെയ്ത് റിപ്പീറ്റേഷൻ ഒഴിവാക്കിയാലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കറങ്ങാൻ. ഇതൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാട്ടോ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, സ്പെഷ്യൽ പെർമിഷനോട് കൂടിയിട്ടൊക്കെയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വിമലേഷ് ഭായ്. കശ്മീരിലെ ശ്രീനഗറാണ് വിമലേഷ് ഭായിൻ്റെ നാട്. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കെനിയയിലെ UN-ൻ്റെ ആസ്ഥാനത്തേക്കാണ്. അപ്പോൾ വിമലേഷ് ഭായ് എന്ന് പറയുന്നത് നമ്മളെ കസിൻ ബ്രദറിൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ ആളാണ് നമുക്കൊരു ത്രൂ ഔട്ട് ഗൈഡൻസ് തന്നിരുന്നത് ഇവിടുത്തെ ഈ ട്രിപ്പിൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതിന് മുമ്പ് നേരിട്ടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. വിമലേഷ് ഭായും കാജോൾ ദീദിയും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരിട്ട് എയർപോർട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. 3:10 നമുക്ക് തിരിച്ചുള്ള ഫ്ലൈറ്റ്. സോ UN നിന്ന് നേരെ നമ്മൾ എയർപോർട്ടിലേക്കാണ്. സോ UN ആണ് നമ്മുടെ ലാസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ഇൻ കെനിയ. ഇത് നൈറോബിയിലെ എക്സ്പ്രസ് വേ ആട്ടോ, ത്രൂ എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. ഇതൊരു ചൈന പ്രൊജക്റ്റ് ആണെന്നാണ് പറയുന്നത്. അടിപൊളി റോഡാണ്, വളരെ പെട്ടെന്ന് ഒരു ട്രാഫിക് ഹസിലും ഇല്ലാണ്ട് നമ്മൾ എയർപോർട്ടിലെത്തും. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് അസ് സൈനിങ് ഓഫ് അപർണ ആൻഡ് അജ്മൽ.